സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നും ഞാൻ നമ്മുടെ ഉന്നതകുല രാജാവിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഉന്നതകുല ജാതനെ പറ്റി പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉന്നതകുല ജാതൻ ഇന്നൊരു കാര്യം പറഞ്ഞത്രേ. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അയാൾ പറഞ്ഞത് നമുക്കൊരു വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രിയെ വേണം. അതാണ് ഇനിയത്തെ എൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഒരു സമൂഹം എന്നൊക്കെയാണ് ഉന്നതകുലജാതൻ പറഞ്ഞത്. പലരും വിചാരിക്കുന്നുണ്ടാവും എനിക്ക് സുരേഷ് ഗോപിയോട് ഭയങ്കര ദേഷ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അയാളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നതെന്ന്. ഞാൻ ഒരു കാര്യം ആദ്യമേ തന്നെ പറയാം. എനിക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് എനിക്ക് ഒരു ദേഷ്യം ഒന്നുമില്ല. പക്ഷേ അയാളുടെ നിലപാടുകളോടും അയാളുടെ നിലവാരത്തോടുമാണ് എനിക്ക് ദേഷ്യമുള്ളത്. അയാൾ ഇരിക്കുന്ന പാർട്ടിയോടും എനിക്ക് വലിയ ദേഷ്യമൊന്നുമില്ല, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സൈഡിൽ കൂടി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കൊള്ളരുതായ്മകളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എതിർക്കുന്നത്. കൊള്ളരുതായ്മ എവിടെ കണ്ടാലും നമ്മൾ എതിർക്കുക എന്നുള്ളൊരു കാര്യം തന്നെ നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും. അതാണ് നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസമുള്ളൊരു വിദ്യാഭ്യാസ മന്ത്രിയെ വേണം എന്നുള്ളൊരു ആവശ്യമാണ്. നല്ല കാര്യം തന്നെയാണ്. വിദ്യാഭ്യാസമുള്ളൊരു വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് എല്ലായിടത്തും വേണ്ടത്. എന്നാൽ വിദ്യാഭ്യാസം മാത്രം മതിയോ സുരേഷ് ഗോപിജി? കുറച്ച് അറിവും വിവേകവും കൂടി വേണ്ടേ? വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു സാധനം മാത്രം എടുത്തുകൊണ്ട് ഒരാളെ വിദ്യാഭ്യാസ മന്ത്രിയാക്കാൻ പോയി കഴിഞ്ഞാൽ അയാൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു സാധനം മാത്രം വെച്ചുകൊണ്ട് അയാൾ സംസാരിക്കുകയുള്ളൂ. എന്നാൽ അറിവും വിവേകവും കൂടി ചേരുമ്പോൾ എന്താണ് ഉണ്ടാവുക? കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഒരു പക്വതയുണ്ടാവും. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഇല്ലാത്തതും ഈ നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിക്കുള്ളതും അതാണ്. ഏതാണ്? ഈ പറയുന്ന അറിവും പക്വതയും. ആ പക്വത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഹിജാബ് വിഷയത്തിൽ നമ്മുടെ ഈ പറയുന്ന തട്ടമിട്ടുകൊണ്ട് സ്കൂളിൽ പഠിക്കണമെന്നുള്ളൊരു ആവശ്യമായിട്ട് കുട്ടികൾ വന്നപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിൻ്റെ വ്യക്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചൊരു മന്ത്രി തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി എന്ന് പറയുന്ന അദ്ദേഹം. അപ്പോൾ അതുപോലും മനസ്സിലാവാത്ത, അയാളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെപ്പറ്റി പോലും അറിയാത്ത, അല്ലെങ്കിൽ അതുപോലെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരാൾ വന്നിട്ട് ഒരാളെ കളിയാക്കുന്ന ഒരു അവസ്ഥ, ഈ കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കളിയാക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥ. എന്തു തന്നെയാണെങ്കിലും സുരേഷ് ഗോപി, നിങ്ങളുടെ ഉള്ളിലുള്ള ചാണകമൊന്നും വി ശിവൻകുട്ടിയുടെ മനസ്സിലില്ല. കാരണം അയാളൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അതുകൊണ്ട് മാത്രവുമല്ല, അയാളുടെ ഉള്ളിൽ ഈ രാജാവെന്നോ പ്രജകളെന്നോ ഉള്ള ചിന്താഗതി ഒന്നുമില്ല. അയാൾ പണ്ട് തൊട്ടേ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് ആ സാഹചര്യത്തിൽ തന്നെയാണ് കുട്ടികളെ നോക്കിക്കാണുന്നതും. അതായത് തൻ്റെ സാഹചര്യങ്ങൾ എന്തായിരുന്നു, ആ സാഹചര്യത്തിൽ വളരുന്ന കുട്ടികളെ കാണുമ്പോൾ അയാൾക്കൊരു വാത്സല്യമുണ്ട്. അയാൾ പലയിടത്തും ചെല്ലുമ്പോൾ കാണുന്നുണ്ട്, മക്കളെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും പേടിച്ചായിരുന്നു സ്കൂളിൽ പോകുന്ന, അടി കിട്ടുമെന്ന് പേടിച്ചിട്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനും വലിയ പഠിപ്പിച്ചിട്ടൊന്നും ആയിരുന്നില്ല. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടല്ലേ നമ്മൾ പഠിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ എൻ്റെ മുൻപിൽ ഇരിക്കുന്നവരെല്ലാം എൻ്റെ പ്രജകളാണ്, മുഷ്ടി ചുരുട്ടാൻ പാടില്ല, വിരൽ ചൂണ്ടാം, വിരൽ ചൂണ്ടി സംസാരിക്കണം, കാരണം ഇത് പ്രജകളുടെ രാജ്യമാണ് എന്ന് പറഞ്ഞ സുരേഷ് ഗോപി, നിനക്കൊക്കെ എന്ത് യോഗ്യതയാണ് വി ശിവൻകുട്ടിയെ കളിയാക്കാനുള്ളത്? നിന്റെയൊക്കെ ഉള്ളിലുള്ള ഈ ജാതീയ മതബോധമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഈ വി ശിവൻകുട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിലില്ല. ആ മനുഷ്യൻ നല്ല കറ തകഞ്ഞ ഒരു നേതാവാണ്, അല്ലെങ്കിൽ ഒരു കറ കളഞ്ഞൊരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഇങ്ങനെയുള്ള നിങ്ങളുടെ വർഗീയതയൊന്നും അയാൾ തുപ്പാറില്ല. എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു അവഹേളനവുമായിട്ട് വന്നിരിക്കുന്നത്? ആ ഒരു പാമ്പിടിച്ചൊരു മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ അവഹേളിക്കുന്നത് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് മനുഷ്യ? കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. അപ്പൊ സുരേഷ് ഗോപിയുടെ സംവാദത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. മല്ലിച്ചുകൊണ്ട് എന്നെ കേവലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും എനിക്ക് എങ്ങനെ പോകാമെന്ന് എനിക്ക് അറിയത്തില്ല. അവരൊക്കെ ഒന്ന് തെറിച്ച് മാറട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ, എന്നാലും നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ. ഇതില് കുറെ കമന്റ് ഞാൻ കാണാനിടയുണ്ടായത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ള പ്രധാനമന്ത്രി വരട്ടെ ആദ്യം. പിന്നീട് ഒരു കമന്റ് ഞാൻ കണ്ടത്, തലയ്ക്കകത്ത് എന്തെങ്കിലുമുള്ള MP തൃശ്ശൂരുണ്ടാവട്ടെ. വിദ്യാഭ്യാസ മന്ത്രിക്ക് നിയമ ബിരുദമുണ്ട്, പ്രധാനമന്ത്രിക്ക് എന്തുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന റിപ്ലൈ ഒക്കെ ഭയങ്കര കോമഡിയാണ്. ഞാനതൊന്നും വായിക്കുന്നില്ല. അപ്പോൾ ഇതിൽ സുരേഷ് ഗോപിയുടെ ഈ നിലപാടിനെതിരെ തന്നെയാണ് എല്ലാവരും സംസാരിച്ചിരിക്കുന്നത്. അത് BJP ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, എല്ലാ ആളുകളും സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി കമന്റിൽ കൂടി നല്ല തെറി വിളിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഈ ജാതിയും മതവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് അയാളെ തെറി വിളിക്കുന്നത്. അല്ലാതെ അയാൾ ചാണകസംഖ്യ ആയതുകൊണ്ടൊന്നുമല്ല. അയാളുടെ ഉള്ളിൽ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ജന്മിമാർ, അടിയാളന്മാരുടെ അടിയിൽ നിൽക്കുന്ന ആളുകൾ എന്നൊക്കെയുള്ള ഈ വൃത്തികെട്ട ചിന്താഗതി ഉള്ളതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ ശക്തമായിട്ട് ജനങ്ങൾ എതിർക്കുന്നത്. ഞങ്ങളെപ്പോലെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഓരോ യൂട്യൂബർമാർ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഈ വൃത്തികെട്ട ചിന്താഗതി കൊണ്ടാണ്. എന്ന് നിങ്ങളുടെ ഈ മനസ്സ് ശുദ്ധികലശം ചെയ്യപ്പെടുന്നുവോ അന്നേ നിങ്ങൾ നന്നാവും.
ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഈ പല അമ്പലങ്ങളിലും പോയി വലിയ നേർച്ചകൾ ചെയ്യുന്നു, നിങ്ങൾ വലിയ ശക്തൻ തമ്പുരാന് മാലയിടുന്നു, ശക്തി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രഹസനങ്ങൾ കാണിക്കുന്നു. ഇതുകൊണ്ടൊക്കെ എന്താണ് ഉണ്ടാവുന്നത്? നിങ്ങളുടെ ഈ മനസ്സിലുള്ള ഈ ജാതീയത, വർഗീയതയൊക്കെ എവിടെയെങ്കിലും കഴുകിക്കളയാൻ സാധിക്കുമെങ്കിൽ ആദ്യം സുരേഷ് ഗോപി പോയി അത് ചെയ്യണം. എന്നിട്ട് വന്നിട്ട് നിങ്ങളുടെ താഴെ ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന ആളുകളെ കുറ്റം പറയണം. അയാൾക്ക് എന്തെങ്കിലും ബിരുദമെങ്കിലും ഉണ്ട്, പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും ഉണ്ടോ? സുരേഷ് ഗോപി ജി, നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം മോദിജിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ മോദിജിക്ക് എന്ത് ഡിഗ്രിയാണുള്ളത്? ഒന്നുമില്ല. എന്നിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു ഡയലോഗ് ഇതിൽ പ്രസക്തമാണ്. അതായത് കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കളിയാക്കുന്നു എന്ന് പറഞ്ഞത് ഇവിടെ പ്രസക്തമായൊരു കാര്യം തന്നെയാണ്. ആ ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് സുരേഷ് ഗോപിയുടെ ഈ പറയുന്ന ഉള്ളിലുള്ള വിഷമം സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ അതിന് വി ശിവൻകുട്ടി പറഞ്ഞ വ്യത്യസ്തമായിട്ടൊരു മറുപടിയുണ്ട്. ആ വി ശിവൻകുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ സുരേഷ് ഗോപി വാ തുറക്കുന്നത് കള്ളം പറയാനും ആഹാരം കഴിക്കാനും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സത്യം അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് വി ശിവൻകുട്ടിക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. എനിക്കതിന് അദ്ദേഹം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അല്ല, കേന്ദ്ര മന്ത്രിയാണല്ലോ. അയാൾക്ക് സംസ്ഥാനത്തിന്റെ ആളിനെ പറ്റി പറയാനുള്ള അധികാരമില്ലല്ലോ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പറ്റിയായിരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ട്. മുൻപ് പറയുന്ന പോലെ അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും വേണ്ടി മാത്രമാണ്. ഈ പഴയ കാലത്ത് സിനിമയിലൊക്കെ പ്രണയ പിന്നെ കഥയെല്ലാം ഷൂട്ട് ചെയ്യുന്നത് കലിങ്ങിന്റെ നായകനിരുന്ന് അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ സിനിമാ ശൈലിയിൽ ഇപ്പോൾ കലിങ്ങിന്റെ അടുത്ത് കലങ്കിസമാണ് പുതിയ പിന്നെ സിദ്ധാന്തം സുരേഷ് ഗോപിയുടെ. ഇയാൾ കഴിഞ്ഞ മന്ത്രിയായിട്ട് ഇത്രയും കേന്ദ്ര മന്ത്രിയായിട്ട് ഇത്രയും ദിവസമായല്ലോ. ഈ നാട്ടിന് വേണ്ടി എന്തോന്ന് ചെയ്ത്? പാവങ്ങൾ അപേക്ഷ കൊണ്ട് എന്നാ അടിച്ചോടിക്കുക. ഇതിലും കുറേ കമൻറ്റുകളുണ്ട്, നല്ല അടിപൊളി കമൻറ്റുകളുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒരു കമൻറ്റ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 ലിറ്റർ സാനിറ്റൈസറുമായിട്ട് ആൽമര ചുവട്ടിൽ പോയി അവിടെ അതെല്ലാം തളിച്ചതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് കലിംഗ സംവാദം എന്ന് പറയുന്നൊരു പരിപാടി നടത്തുന്ന രാജാവാണ് സുരേഷ് ഗോപി ജി എന്നാണ് ഒരു കമൻറ്റ് ഞാൻ കണ്ടത്. അത് വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പലരും മുന്നിലേക്ക് ചെല്ലുമ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിന്തുണ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു മണ്ടൻ ചിന്താഗതി കൊണ്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ ആട്ടിത്തുപ്പി ഓടിക്കുകയാണ് സുരേഷ് ഗോപി. എന്തുകൊണ്ടാണ്? 3000 ഏക്കർ കൃഷിഭൂമി കുട്ടനാട്ടിലുള്ള ഒരു കർഷകന്റെ കൊച്ചുമകനാണ് ഞാൻ. ആ ഒരു ചിന്താഗതി അണ്ണൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് അണ്ണൻ ഈ പറയുന്ന പാവങ്ങളെ കാണുമ്പോൾ അടിച്ചോടിക്കുന്നത്. ഡ്രസ്സ് മുഷിഞ്ഞവനെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിറം ഇരുണ്ടവനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ സ്റ്റാറ്റസ് ഒന്നും ഇല്ലാത്തവനെ കാണുമ്പോൾ, സമുദായത്തിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവനെ കാണുമ്പോൾ, സമൂഹത്തിൽ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അകറ്റി നിർത്തണം. അത് പണ്ടത്തെ ജന്മി കുടിയാൻ വ്യവസ്ഥയാണല്ലോ. ജന്മിമാരുടെ നോക്കത്താ ദൂരത്ത് പൊക്കോണം, അതായത് ജന്മിമാരുടെ കണ്ണിൽ കാണാൻ പാടില്ല. അങ്ങനെ എവിടെയെങ്കിലും ഓടി മറിഞ്ഞോണം. ഒരേ വഴിയിലാണ് വരുന്നതെങ്കിലും എവിടെയെങ്കിലും ഒളിച്ചിരുന്നോണം. കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയുക, അല്ലെ ചാട്ടവാറിനടിക്കുക. ഇതൊക്കെയാണ് അവരുടെ ചിന്താഗതി. ആ ചിന്താഗതി ഇന്നും ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് സുരേഷ് ഗോപി. ഒരു മനുഷ്യനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല. ഒരു രാജാവെന്നുള്ളൊരു ചിന്താഗതി മനസ്സിലുള്ള ഒരാൾ, അത്രേ ഉള്ളൂ. അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു സിനിമയിലുണ്ടായിരുന്നപ്പോൾ, നിങ്ങൾക്കുമാകാം കോടീശ്വരനിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ. എന്നാൽ ചാണകത്തിൽ മുങ്ങി വീണതിന് ശേഷം ഇങ്ങനെ മാത്രമായിപ്പോയി. RSS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്നൊരു പാർട്ടി, ആ പാർട്ടിയിൽ ആണിനെ കിട്ടിയാലും പെണ്ണിനെ കിട്ടിയാലും എല്ലാം ഒരുപോലെ ഉള്ളവന്മാരാണ്. ഇതിനെതിരെ ആരും സംസാരിക്കാൻ രംഗത്തേക്ക് ഇതുവരെ വന്നില്ല. ആ അനന്തു എന്ന് പറയുന്ന പയ്യന്റെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങളിൽ ഒരുത്തിനും സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല. എവിടെയാ സുരേഷ് ഗോപി നിങ്ങളുടെ ഒരു പ്രസ്താവന, അല്ലെ നിങ്ങളുടെ വെള്ളപൂശൽ എവിടെയാണ്? അല്ലെ നിങ്ങൾ അതിനെപ്പറ്റി കമാന്ന രക്ഷണം മിണ്ടിയോ? ആദ്യം ആണത്തവും ധൈര്യവും ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ആരുടെയും മുൻപിൽ പണയം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം പോയിട്ട് നിങ്ങളുടെ ശാഖയിലുള്ളവന്മാർ കാണിക്കുന്ന തന്തയില്ലായ്മയും ചെറ്റത്തരത്തെയും ഒക്കെ ചോദ്യം ചെയ്യണം. അതിനുശേഷം നിങ്ങൾ വന്നിട്ട് സംസ്ഥാനത്ത് ഇരിക്കുന്ന ഓരോരുത്തരെയും കുറ്റം പറയുക. എന്നാൽ എന്തെങ്കിലും ഞങ്ങൾ പറയാം, നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്നുള്ളത്. അല്ലാതെ വെറുതെ വന്നിട്ട് എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്തു പോകുന്നൊരു നല്ലൊരു മന്ത്രിയെ, വിദ്യാഭ്യാസ മന്ത്രിയെ, എല്ലാ കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആ ഒരു വിദ്യാഭ്യാസ മന്ത്രി അയാളുടെ പ്രായത്തിനെ മാനിക്കാതെ, അയാളുടെ അസുഖത്തെ മാനിക്കാതെ അയാളെ കുറ്റം പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? എന്ത് ആത്മനിർവൃതിയാണ് നിങ്ങൾ അണയുന്നത്? വൃത്തികെട്ട ചിന്താഗതിയും വൃത്തികെട്ട മനസ്സുമാണ് സുരേഷ് ഗോപി നിങ്ങളുടേത്. കഷ്ടം തന്നെ, കഷ്ടം.